നോക്കൂ, ഇപ്പോൾ 2019 ശരിയാണ്, 18 സീറ്റിലേക്ക് ബി ജെ പി വളർന്നു എന്നുള്ളത് ശരിയാണ്. സീറ്റ് ബി ജെ പിക്ക് 2024 കുറയും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2014 ഏറ്റവും ശക്തമായ വിജയം തൃണമൂൽ കോൺഗ്രസ് അവിടെ നേടിയത് 34 സീറ്റാണ്. 2011 മുഖ്യമന്ത്രിയായി മമതാ ബാനർജി. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നന്ദിഗ്രാമിന് ശേഷം വലിയ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മുഴുവൻ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ 2004 തെരഞ്ഞെടുപ്പ് കാലത്ത് ജ്യോതി ബസുവിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കൽക്കത്തയിൽ പോകുന്നുണ്ട്. അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ അന്ന് ഈ സി പി എമ്മിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ക്രൗഡഡാണ്. 2004 കാര്യമാണ് ഞാൻ പറയുന്നത്. 2008 നന്ദിഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വളരെ എക്സ്റ്റെൻസീവായിട്ട് അവിടെ താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ പരിസരത്ത് ഒരാളില്ല. അവിടുത്തെ ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ട്, 1-2 ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഈ മാറ്റം മനസ്സിലാകും. ഇത് പുറത്തുനിന്ന് ആളുകൾ വന്ന് ബംഗാളിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായതല്ലല്ലോ, അന്യരാജ്യത്തുനിന്നൊന്നും ആരും അവിടെ വന്നിട്ടില്ലല്ലോ. അവിടെ ഉള്ളവർ തന്നെ ചേരി മാറുകയാണ് ചെയ്തത്. പക്ഷേ ആ ചേരിയിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് നമുക്ക് ഇതിൻ്റെ ഡാറ്റാസ് പരിശോധിക്കുമ്പോൾ കാണാം. ഞാൻ പറയുന്നത് 2019 22 സീറ്റിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വന്നു, 18 സീറ്റിലേക്ക് ഉയർന്നു ബി ജെ പി, 2 സീറ്റുകളിലേക്ക് കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് കോൺഗ്രസ് ജയിക്കുമ്പോൾ 2019 2 സീറ്റ് ജയിക്കുമ്പോൾ അവർക്ക് 6% വോട്ടേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് അവിടെയുണ്ട്, 7% വോട്ടുണ്ട്. പക്ഷേ അത് സീറ്റായി മാറിയില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. 2019 സവിശേഷത, അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ 3 സ്ഥലങ്ങളിലേക്കായി ഭിന്നിച്ചു എന്നുള്ളതാണ്. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ 2024 അങ്ങനെയല്ല. 2024 നിശ്ചയമായും ബംഗാളിലെ ന്യൂനപക്ഷ വോട്ടുകൾ സെൻസിബിളായി വോട്ട് ചെയ്യപ്പെടും. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരം ഉദാഹരണമായിട്ട് എടുത്താൽ, തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്താണല്ലോ 14-ലും 19-ലും ബി ജെ പി എത്തിയത്. അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് വിജയിച്ചു വരുന്നത്? 3ാം സ്ഥാനത്തേക്ക് പോകും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെ എന്ന് കാണുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് സെൻസിബിൾ വോട്ടിംഗ് ആണ്. ആ സെൻസിബിൾ വോട്ടിംഗ് അവസാന നിമിഷം വരെ നോക്കും. എന്നിട്ട് ആരാണ് വിജയസാധ്യത നോക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിനൊരു ഗംഭീര സ്ഥാനാർത്ഥി വരുന്നു എന്ന് വിചാരിക്കുക. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വളരെ മോശമായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് നോക്കിയിട്ട് നേരെ കോൺഗ്രസിന് അങ്ങ് വോട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ശശി തരൂർ വലിയ ഒരു മാർജിനിൽ ജയിച്ചു വരുന്നത്. സെയിം തിങ് വിൽ ഹാപ്പൻ ഇൻ ബംഗാൾ ദിസ് ടൈം. അതാണ് ഞാൻ പറയുന്നത്. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ എൻ ബ്ലോക്കായിട്ട് വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നോക്കി തന്നെ വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്താൽ തൃണമൂലിന് കിട്ടും, ഇടതുപക്ഷത്തിന് കിട്ടും, കോൺഗ്രസിനും കിട്ടും. ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ 18 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ബംഗാളിൽ ബി ജെ പിക്ക് ആവർത്തിക്കാനേ കഴിയില്ല. 2019 സാഹചര്യം തന്നെയാണ് 2024 ഇവർ ത്രികോണ മത്സരമല്ലേ കഴിഞ്ഞ പ്രാവശ്യവും നടന്നത്. ഈ പറയുന്ന കോൺഗ്രസും ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഐക്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, ഒരുമിച്ച് തന്നെയാണ് നിന്നത്. ഒരു ചേരിയിൽ അവരുണ്ടായിരുന്നു, ബി ജെ പി ഒരു ചേരിയിലായിരുന്നു, തൃണമൂൽ കോൺഗ്രസ് വേറൊരു ചേരിയിലായിരുന്നു. അതേ ഫൈറ്റാണ് ഇപ്രാവശ്യം നടക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അലയൻസ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കോൺഗ്രസും കൂടി അവിടെ മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. എന്നാൽ ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോകുന്നൊരു കാര്യം ആവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് എൻ ബ്ലോക്കായിട്ട് ഓരോ മണ്ഡലങ്ങളിലും വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ തന്നെ നോക്കി സെൻസിബിളായി പോൾ ചെയ്യപ്പെട്ടാൽ നിശ്ചയമായും തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയം ആവർത്തിക്കാൻ കഴിയും. ലെഫ്റ്റിനും കോൺഗ്രസിനും ലെഫ്റ്റിന് ഒരു സീറ്റ് പോലുമില്ല, ലെഫ്റ്റ് പ്രാവശ്യം സീറ്റ് നേടും, കോൺഗ്രസും ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്ഷീണം വരിക നിശ്ചയമായും ബി ജെ പിക്കാണ്. ബി ജെ പി അതിൽ എന്തിൻ്റെ അഡ്വാൻറ്റേജ് എടുത്ത്? ബി ജെ പി ഈ പറഞ്ഞ വിഘടിച്ചു പോയ ന്യൂനപക്ഷ വോട്ടിൻ്റെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയത്, അല്ലാതൊരു അഡ്വാൻറ്റേജ് അവിടെ ഇല്ല. അപ്പം അവർക്കൊരു വോട്ടുണ്ട് അവിടെ, ഒരു സംശയവുമില്ല. ഇപ്പോൾ 23% വോട്ടുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും പഞ്ചായത്തിൻ്റെ പാറ്റേണും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. 23% നിന്ന് അവർ ഇമ്പ്രൂവ് ചെയ്ത് 28-29% വികസിപ്പിച്ചാൽ പോലും ഈ ന്യൂനപക്ഷ വോട്ട് എങ്ങനെയാണ് പോൾ ചെയ്യപ്പെടുന്നത് ഇൻടാക്റ്റ് ആയിട്ട് വരും. ഇപ്രാവശ്യം ഇൻടാക്റ്റ് ആയിട്ട് വരും. ഞാനതിൻ്റെ പറയാൻ കാരണം, അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ശേഷം ഈ പറയുന്ന ബി ജെ പിയെ ഒരറ്റത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. അവരിനി സെൻസിബിളായി വോട്ട് ചെയ്തേ പറ്റൂ ഇന്ത്യയിൽ. ആ സെൻസിബിൾ വോട്ട് ഈവൻ ഇൻ ഗുജറാത്ത് ദിസ് വിൽ ഹാപ്പൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 26 സീറ്റ് ഗുജറാത്തിൽ ആകെയുണ്ട്. 26 സീറ്റ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഗുജറാത്തിൽ ബി ജെ പിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒറ്റ സീറ്റ് അപ്പുറത്തില്ല. 2019 26 സീറ്റും പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിടെ മുസ്ലിങ്ങൾ പോലും വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്കാണെന്നൊരു കണക്കുണ്ട്. എൻ്റെ കാര്യം എന്താ പറയുക, ഏതെങ്കിലും മുസ്ലിം പോക്കറ്റിൽ വോട്ട് കുറഞ്ഞു എന്ന് കണ്ടാൽ ആ വിഭാഗം ഭീഷണിയിലായി. ഇത്തവണത്തെ ക്യാമ്പയിനും അതാണ്. അതായത് ഓരോ തവണയും പോൾ സ്ട്രാറ്റജി മാറ്റുകയാണ്. അതായത് ചായക്കടക്കാരൻ ഇമേജിൽ നിന്ന് ഇപ്പോൾ ഒരു കുടുംബം 140 കോടി ഇന്ത്യക്കാരും ചേർന്ന മോദി കാ പരിവാർ, അതാണ് ഓരോ തവണയും ഈ പോൾ സ്ട്രാറ്റജി മാറ്റുകയാണ്. അവിടെയാണ് അപ്പോൾ ഒരു ഡിവിസീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് സന്ദേശ് ഖലി നിൽക്കുകയാണ്. അല്ല, ഡിവിസീവായ പൊളിറ്റിക്സ് മമതാ ബാനർജി പ്ലേ ചെയ്തത് 2014 ചെയ്തിട്ടുണ്ട്, 2019
വലിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നേ. ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയായിരുന്നു മമതാ ബാനർജിയുടെ ശക്തിയായിട്ട് വന്നത്. അത് ഇറോഡ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ് കോൺഗ്രസിനും പിന്നെ ലെഫ്റ്റിനും തിരിച്ചടിയായത്. ഇപ്രാവശ്യം ഞാൻ പറയുന്നത് ഒരു സെൻസിബിൾ വോട്ടിംഗ് അവിടെ നടക്കും. അങ്ങനെ നടന്നാൽ അത് ഗുണകരമാവുക ഈ 3 പേർക്കുമായിരിക്കും. അതിലൊരു വലിയ മുന്നേറ്റം മമതാ ബാനർജി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇപ്പോൾ 22 സീറ്റ് ഓൾറെഡി അവർക്കുണ്ട്. ഏതാണ്ട് 43% വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവർക്കുണ്ടായിരുന്നത്. 50% നേരത്തെ നേഴ്സ് സൂചിപ്പിച്ച കണക്ക് ഈ പറഞ്ഞ അടിച്ചമർത്തി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നും. എന്നിട്ട് പോലും 14-15% ഇടതുപക്ഷത്തിന് അവർ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനും അവർ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം BJP ആയിരിക്കും ഇവിടെ ലൂസർ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഈ 150 സീറ്റിലേക്കൊക്കെ പ്രതിപക്ഷം ഒതുങ്ങിപ്പോകും. മാന്യമായൊരു തോൽവി കിട്ടണമെങ്കിൽ പോലും 150 സീറ്റിലേക്കൊക്കെ എത്തണമെങ്കിൽ ബംഗാൾ നിർണായകമാണ്. ബംഗാൾ നിർണായകമല്ല. അങ്ങനെ ഇപ്പം 22 സീറ്റ് മാറ്റി നിർത്തിയാലും വലിയ രീതിയിലുള്ള 130 സീറ്റുണ്ട്. പിന്നെ സുജയ സൗത്ത് ഇന്ത്യയിൽ 130 സീറ്റിൽ എത്ര സീറ്റുണ്ട് BJPക്ക്? 30 സീറ്റാണ് BJPക്ക് ഉള്ളത്. 30 സീറ്റ്, 28 സീറ്റ്. ഞാൻ അവരുടെ കണക്കാണ് പറഞ്ഞത്. അതല്ല, 43-ൽ 400 എടുത്താൽ പിന്നെ ബാക്കി എത്രയുണ്ട്? ആയിക്കോട്ടെ, ഈ 28 സീറ്റ് എന്ന് പറയുന്നതിൽ 26 സീറ്റ് വന്നിരിക്കുന്നത് കർണാടകത്തിൽ നിന്നും 2 സീറ്റ് വന്നിരിക്കുന്നത് തെലങ്കാനയിൽ നിന്നുമാണ്. ബാക്കി ഒരൊറ്റ സംസ്ഥാനത്തില്ല. ആന്ധ്രാപ്രദേശിൽ YSRCPയും പിന്നെ TDPM ആണുള്ളത്. DMK ആണ് തമിഴ്നാട്ടിലുള്ളത്. ഇടതുപക്ഷവും പിന്നെ കോൺഗ്രസുമാണ് കേരളത്തിലുള്ളത്. പുതുച്ചേരിയിൽ കോൺഗ്രസ് ആണുള്ളത്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് 30 സീറ്റുണ്ട്. ആ കർണാടകത്തിൽ ആ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും ആവർത്തിക്കത്തില്ല. അതെ, അതെ, പറയാം. അതുപോലെ ഉത്തർപ്രദേശിൽ 62 സീറ്റുണ്ട് ഇപ്രാവശ്യം. അത്രയൊന്നും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുജറാത്തിൽ 26 സീറ്റുണ്ട്. ഇനി ഒരു സീറ്റ് കൂടുതലായിട്ട് അവിടെ ഇല്ലല്ലോ. അവിടെ കുറയാനല്ലേ ഉള്ളൂ. മധ്യപ്രദേശിൽ 28 സീറ്റുണ്ട്. അതും കുറയാനല്ലേ ഉള്ളൂ. രാജസ്ഥാനിൽ 25 സീറ്റുണ്ട്. അതും കുറയാനേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ 9 സീറ്റുണ്ട്. അതും കുറയാനേ ഉള്ളൂ. കൂടേണ്ടത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലാണ്. നമ്മളിന്ന് ഇരിക്കുമ്പോണ്ടല്ലോ, പ്രചാരണം മോദി തുടങ്ങാൻ പോകുന്നത് എവിടുന്നാ? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങാൻ പോകുന്നത് എവിടുന്നാ? പാലക്കാട് നിന്ന് തുടങ്ങാൻ പോകുന്നത്. എന്തുകൊണ്ടത്? ഒരു BJP Meet the editors.